എല്ലാവർക്കും ഫ്യൂച്ചർ വീട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡിംഗ് ചലഞ്ച് ആരംഭിക്കുകയാണ്. മീൻസ് നമ്മൾ ഓരോ ദിവസവും ഓരോ ഇൻ്റർവ്യൂവിനൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് എടുത്തിടും. അത് നമ്മൾ പല രീതിയിൽ നമ്മളതിനെ സോൾവ് ചെയ്യാൻ പല ലോജിക്ക് അപ്ലൈ ചെയ്ത് നമ്മളതിനെ സോൾവ് ചെയ്യുന്ന ചലഞ്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ബേസിക്കായിട്ട് എന്നും പറഞ്ഞ പോലെ തന്നെ ഒരു HTML ഫയലും ജാവാസ്ക്രിപ്റ്റ് ഫയലും ഉണ്ടാക്കി അത് ബന്ധിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ റൺ ചെയ്തപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ബേസിക് ആയിട്ടുള്ള എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിനി നേരെ ഡയറക്റ്റ് ആയിട്ട് ഞാൻ പ്രത്യേകിച്ച് വേറെ ഒന്നിലോട്ട് പോകുന്നില്ല. ഡയറക്റ്റ് ആയിട്ട് നമ്മളിനി ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ കോഡിംഗ് ചലഞ്ചൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ഇതിൽ പഠിപ്പിക്കുന്നതിന് പുറമേ നിങ്ങളിപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കുറേ അധികം വെബ്സൈറ്റ് ഉണ്ട് കോഡിംഗ് ചലഞ്ചും ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ തരുന്നത്. അപ്പോൾ അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. എപ്പോഴും നിങ്ങളെ എക്സ്പീരിയൻസ്, നിങ്ങളെ സ്കില്ലും പിന്നെ ലോജിക്കൽ തിങ്കിങ്ങും നിങ്ങൾക്ക് നല്ല രീതിയിൽ കൂട്ടും. അതുപോലെ പ്രോബ്ലം സോൾവിങ് സ്കില്ലും കൂട്ടും. അപ്പോൾ ഓരോ ചോദ്യങ്ങൾ ഓരോ പ്രോബ്ലം ആയിട്ട് വരുമ്പോൾ നിങ്ങളത് പല രീതിയിൽ ലോജിക്കലി നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാവും. ജാവാസ്ക്രിപ്റ്റിൽ കുറേ കോൺസെപ്റ്റ് പഠിച്ചിട്ട് നമ്മൾ കാര്യമില്ല. ആ കോൺസെപ്റ്റ് എവിടെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിച്ചാലും മാത്രമേ നമുക്ക് അതുകൊണ്ട് ഗുണമുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് കിട്ടിയൊരു ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് യുണീക്ക് വാല്യൂ ഇൻ ദ അറേ. ഒരു അറേ തരും, അതിൻ്റെ അകത്തുള്ള യുണീക്ക് വാല്യൂ നമ്മൾ പ്രത്യേക ഒരു അറയാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്ത് കൊടുക്കണം. ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരു അറേൻ്റെ അകത്ത് 3 ഹവ് 4 ഹലോ 4 വാട്ട് 5 ബൈ 6 ഹേ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് ഇതിൻ്റെ എല്ലാം ഓരോ കോപ്പി എടുത്ത് വയ്ക്കണം. യുണീക്ക് ആയിട്ടുള്ള ഓരോ വാല്യൂസ് എല്ലാ ഹവ്വിലും എടുക്കണം. ഒരു ഹവ് 4 ഹലോ ഉണ്ടെങ്കിൽ ഒരു ഹലോ അങ്ങോട്ട് താഴെ ഔട്ട്പുട്ട് എടുത്തിട്ടുണ്ട്, ഹവ് ഹലോ വാട്ട് ബൈ ഹേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത്രയും വാല്യൂ അടങ്ങിയിട്ടുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കുറേ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ആകെ ഉള്ള ടോട്ടൽ വാല്യൂസ് ഈ പേരിലുള്ള വാല്യൂ മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. ഇതാണ് യുണീക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഒന്നും ഉപയോഗിച്ചുകൂടാ, പക്ഷേ ഫസ്റ്റ്ലി നമ്മൾ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് നമ്മൾ ഉപയോഗിക്കണം. ഓൾറെഡി നേരത്തെ എഴുതി വെച്ച പല ഫങ്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ സ്വന്തമായിട്ടാണ് എല്ലാം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. നമ്മളിതിൽ പഠിക്കുന്നതാണ്. 4 സ്റ്റെപ്പ് ഉണ്ട്. നമ്മൾ 4 സ്റ്റെപ്പിൽ നമ്മളിത് പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് ഈസി, പിന്നെ മീഡിയം, പിന്നെ ഹാർഡ്. ഫസ്റ്റത്തെ 2 ഈസിയാണ്, സെക്കൻഡ് മീഡിയം, പിന്നെ ഹാർഡ് ആയിട്ടുള്ള രീതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻസ്. ഞാൻ ഔട്ട്പുട്ട് തൽക്കാലത്തേക്കൊന്ന് മാറ്റുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് ലോഗ് ചെയ്ത് നോക്കാം. അറേ വരുന്നുണ്ടോയെന്ന് ലോഗ് ചെയ്യാം. ഓക്കെ, അറേ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിനകത്തുള്ള ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എല്ലാം ഒഴിവാക്കിയിട്ട് നമുക്ക് ഇതിനകത്തുള്ള യുണീക്ക് വാല്യൂസ് നമുക്ക് എടുക്കണം. അതിനായിട്ട് ആദ്യം ഒരു ഒറ്റ ലൈനിൽ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കണ്ടെത്താൻ പറ്റും. ഇതിൽ ഒരു പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ റിസൾട്ട് എന്ന് കൊടുത്ത് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന 3 ഡോട്ട് ഇട്ട് ന്യൂ എന്ന് കൊടുത്ത് ഇതേ കാര്യം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ഒഴിവാക്കാൻ ഉപയോഗിക്കും. യുണീക്ക് വാല്യൂസ് കണ്ടെത്താനും ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ഒഴിവാക്കാനും. ഇപ്പം നമ്മളിത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഹവ് ഹലോ അതിൻ്റെ വാട്ട് ബൈ ഹേ മാത്രം നമ്മൾ ഇതിലുള്ള മെയിൻ വാല്യൂസ് മാത്രം എടുക്കുന്ന അതിൻ്റെ രണ്ടാമതുള്ള ബൈ, രണ്ടാമതുള്ള വാട്ട്, രണ്ടാമതുള്ള ഹലോ എല്ലാം ഒഴിവാക്കി കിട്ടല്ലേ. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ കണ്ടെത്താനും നമ്മൾ എന്ത് ഉപയോഗിക്കും? ഇത് ഉപയോഗിക്കും. അപ്പോൾ ഡെമോ കാണിച്ചു തരാം. അറേ എന്ന് കൊടുത്തിട്ട് ഞാൻ ലോഗ് ചെയ്യാണ്. ഞാൻ റിസൾട്ട് ഇപ്പോൾ ലോഗ് ചെയ്തപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയെടുക്കാം. ഹവ് ഹലോ വാട്ട് ബൈ ഹേ നമ്മുടെ 8ാമത്തെ ജാവാസ്ക്രിപ്റ്റിൽ 8ാമത്തെ ലൈന്. ഓക്കെ, 8ാമത്തെ ലൈനിൽ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. അതിനകത്തുള്ള ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് അല്ലെങ്കിൽ യുണീക്ക് വാല്യൂസ്, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ഒഴിവാക്കി അല്ലെങ്കിൽ യുണീക്ക് വാല്യൂസ് മാത്രം എടുത്ത് ഹവ് ഹലോ വാട്ട് ബൈ ഹേ ഇത്രയും വാല്യൂ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ളത്. ഡ്യൂപ്ലിക്കേറ്റ് കുറേ ഉണ്ടെങ്കിലും ടോട്ടലി ഇത്ര പേരുള്ള വാല്യൂ മാത്രമേ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു സിംഗിൾ ലൈനിൽ തന്നെ ഔട്ട്പുട്ട് കിട്ടും. നമുക്ക് ഇത് ഇൻ്റർവ്യൂവിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പല രീതി നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതിൽ ഫസ്റ്റ് രീതി ഈ രീതി നമുക്ക് എഴുതാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ അകത്ത് വേറെ കുഴപ്പമുണ്ട്. നോട്ട് യൂസ് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉണ്ടെന്ന് ഇതുപോലത്തെ നേരത്തെ മുമ്പേ ഉണ്ടാക്കി വെച്ച പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് നമുക്ക് ഉപയോഗിച്ചുകൂടാ. അപ്പോൾ ഇതൊരു മെത്തേഡാണ്. നമുക്ക് ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ ഇത് കണ്ടെത്താൻ പറ്റും, ആൻസർ കണ്ടെത്താൻ പറ്റും. രണ്ടാമതൊരു മെത്തേഡ് ഉണ്ട്. ഞാൻ അതിന് പ്രത്യേകം കോഡൊന്നും എഴുതുന്നില്ല. ഞാൻ അത് ഓൾറെഡി എല്ലാത്തിൻ്റെയും കോഡ് ഇപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നതിന് മുമ്പേ ഇതൊരു മെത്തേഡ്. ഞാൻ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് നേരത്തെ അതേ കാര്യം തന്നെ ഒരു ഫംഗ്ഷൻ വൈസ് ഞാൻ ചെയ്യിപ്പിച്ച്
ഫംഗ്ഷൻ്റെ അകത്ത് യുണീക്ക് വാല്യൂ എന്നൊരു പേര് കൊടുത്ത് അതിൻ്റെ അകത്ത് ഒരു പാരാമീറ്റർ പാസ് ചെയ്ത് എന്താണ് ഈ അറേനെ തന്നെ ഒരു പാരാമീറ്ററായിട്ട് പാസ് ചെയ്യും. എന്നിട്ട് റിട്ടേൺ ചെയ്യേണ്ടത് നമ്മൾ ന്യൂ സെറ്റ് യുണീക്ക് വാല്യൂസ് മാത്രം എടുത്ത് റിട്ടേൺ ചെയ്യണം. അത്രയും ഇവിടെ ചെയ്തിട്ടുള്ള റിട്ടേൺ ചെയ്യുന്ന വാല്യൂ കൺസോൾ ചെയ്യാനായിട്ട് കൺസോൾ ഡോഗിൻ്റെ അകത്ത് ഞാൻ യുണീക്ക് വാല്യൂസിനെ വിളിച്ച് ആ ഫംഗ്ഷനെ വിളിച്ച് അതിനകത്ത് അറേ കൊടുക്കുമ്പോൾ റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷൻ ഈ കൺസോൾ ഡോഗിൻ്റെ അകത്ത് പ്രിൻ്റ് ആവും. ഓക്കെ, അതേ ഫംഗ്ഷനെ വർക്കായി. അതിൻ്റെ രണ്ടും ഒരേ കാര്യം തന്നെ. ഞാൻ മറ്റേത് ഒരു വേരിയബിളിൻ്റെ അകത്ത് വെച്ച് ഇതൊരു ഫംഗ്ഷൻ വൈസ് എഴുതി, അത്രേ ഉള്ളൂ. അപ്പം ഇനി മൂന്നാമത്തെ മെത്തേഡ് നമ്മൾ വേറെ രീതിയിലാണ് ചെയ്യണത്. നമ്മൾ ആദ്യത്തെ 1, 2 കണ്ട് ഇനി മൂന്നാമത്തെ മെത്തേഡ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് ഫംഗ്ഷൻ്റെ പേര് യുണീക്ക് എന്ന് ഞാൻ കൊടുത്ത് യുണീക്ക് എന്ന് കൊടുത്തിട്ട് വാല്യൂസ് എന്ന് ഞാൻ കൊടുത്ത് പാസ് ചെയ്യുന്നത് അറേ ആണ്. നമുക്ക് അറേ തന്നെ കൊടുക്കാം. ARR കൊടുക്കാൻ പറ്റില്ല, വാല്യൂ തന്നെ കൊടുക്കുകയാണ്. കാരണം അറേയും നമ്മൾ ARR നമ്മളിപ്പോൾ അറേയും ഡിഫൈൻ ചെയ്യും. എന്നിട്ട് ഞാനിപ്പോൾ ഒരു അറേനെ ഡിഫൈൻ ചെയ്യാണ്. യുണീക്ക് വാല്യൂവിനെ എടുത്ത് സ്റ്റോർ ചെയ്യാനായിട്ട് അറേനെ ഞാൻ ഡിഫൈൻ ചെയ്ത്. നമ്മൾ ഫോർ ലൂപ്പ് പഠിച്ചതാണ്. ഫോർ ലൂപ്പിൻ്റെ പ്രത്യേകത നമുക്ക് എന്താണെന്നറിയാം. ഞാൻ ഒന്ന് തൽക്കാലത്തേക്ക് ഫംഗ്ഷൻ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ഫോർ ലൂപ്പിനെ കുറിച്ച് ഒന്നും കൂടെ ഒന്ന് ഞാൻ വിശദീകരിച്ച് പറയുകയാണ്. ഫോർ ലൂപ്പിന് ബേസിക്കലി ഉണ്ടാക്കി ഞാൻ ഐ എന്നൊരു വേരിയബിൾ സെറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് വാല്യൂ 0 കൊടുത്ത് ഐ ലെസ് ദാൻ ഈ അറേയുടെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ അറേൻ്റെ അകത്ത് വാല്യൂ നമ്മൾ എടുക്കുന്ന 0, ഇത് 0th വാല്യൂ, ഇത് ഒന്നാമത്തെ വാല്യൂ, ഇത് 2, ഇത് 3, 4, 5, 6 അങ്ങനെ വാല്യൂ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ലെറ്റ് ഐ എന്ന് കൊടുത്ത് അറേയുടെ ലെങ്ത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ വട്ടവും ഐയുടെ വാല്യൂ കൂടും. ഐയുടെ വാല്യൂവും ഈ അറേയുടെ ലെങ്ത്ത് 1 ആകുമ്പോൾ ഈ ഫോർ ലൂപ്പ് സ്റ്റോപ്പ് ആവുകയും ചെയ്യും. ഒന്നും കൂടെ വേണമെങ്കിൽ ഞാൻ വിഷ്വലി പറഞ്ഞുതരാം. ലോഗ് അറേ കൊടുത്ത് അറേ ഡോട്ട് ഐ കൊടുത്താൽ ആദ്യം അറേ വർക്കായി ഒരു റൗണ്ട് ആദ്യം കറങ്ങുമ്പോൾ അറേയുടെ വാല്യൂ 0, രണ്ടാമത് കറങ്ങുമ്പോൾ ഐ പ്ലസ് പ്ലസ് ആകുമ്പോൾ 1 ആവും. അപ്പോൾ അറേൻ്റെ അകത്ത് ഒന്നാമത്തെ വാല്യൂ. പിന്നെയും കറങ്ങുമ്പോൾ ഐ പ്ലസ് പ്ലസ് ആയി 2, 3, 4, 5. ഈ അറേയുടെ ലെങ്ത്തും ഐയുടെ ലെങ്ത്തും എപ്പോഴും 1 ആവുന്നു, അപ്പം നിൽക്കും. ഇപ്പോൾ അറേ ലെങ്ത്ത് 1, 2, 3, 6, 9 ഉണ്ട്. 9 എണ്ണം ഉണ്ടെങ്കിലും 9 എണ്ണം ഉണ്ട്. അപ്പോൾ അറേയുടെ ലെങ്ത്ത് 9 ആണ്. അപ്പോൾ ഓരോ വട്ടം ഇത് കൂടി ഇങ്ങനെ ഇവിടുത്തെ വാല്യൂ എത്ര 8 ആവുമ്പം ഇവിടെ സ്റ്റോപ്പ് ആവും. കാരണം ഇപ്പോൾ അറേ ലെങ്ത്ത് = കൊടുത്താൽ വരെ 9 വരെ വർക്കാവും. = നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഇത് 8 വരെ വർക്കാവും. ഞാനത് മറ്റേ വീഡിയോ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി എന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടെ. എന്നാലും ഞാൻ വീണ്ടും ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. ഐയുടെ 0 എന്ന് കൊടുത്ത് ഐയുടെ വാല്യൂ അറേയുടെ ലെങ്ത്തും എപ്പോൾ തുല്യമാവുന്നു അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് നിൽക്കും. ഔട്ട്പുട്ട് ഇപ്പോൾ നോക്കിയാണ്ട് ആദ്യം ഹൗ പ്രിൻറ്റ് ചെയ്ത്, പിന്നെ ഹെലോ 2 ഉണ്ട്, അത് 2 പ്രിൻറ്റ് ചെയ്ത്, ഹൗ വീണ്ടും പ്രിൻറ്റ് ചെയ്ത്, വാട്ട് 2 വട്ടം പ്രിൻറ്റ് ചെയ്ത്, ബൈ 2 വട്ടം പ്രിൻറ്റ് ചെയ്ത്, ഹേ പ്രിൻറ്റ് ചെയ്ത്. അങ്ങനെ ഓരോ വട്ടവും ഇതിനകത്തുള്ള ഇത് നമ്മൾ അറേ ഡോട്ട് ലെങ്ത്ത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഇത് പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് അറേൻ്റെ അകത്തുള്ള ഈ ഐയുടെ വാല്യൂ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഐയുടെ വാല്യൂ മാറുന്നതനുസരിച്ച് അതിൻ്റെ അകത്തുള്ള ഔട്ട്പുട്ട് പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഐയുടെ വാല്യൂ 0 ആകുമ്പോൾ ഹൗ പ്രിൻറ്റ് ചെയ്യും, 1 ആകുമ്പോൾ ഹെലോ പ്രിൻറ്റ് ചെയ്യും, 2 ആകുമ്പോൾ ഹെലോ പ്രിൻറ്റ് ചെയ്യും, 3 ആകുമ്പോൾ ഹൗ പ്രിൻറ്റ് ചെയ്യും. അങ്ങനെ ഓരോ വട്ടം അറേയുടെ വാല്യൂ ഇങ്ങനെ കൂടുന്നതനുസരിച്ച് ഐയുടെ ഈ വാല്യൂ കൂടുന്നതനുസരിച്ച് അറേൻ്റെ അകത്തുള്ള വാല്യൂസ് പ്രിൻറ്റ് ആയിക്കൊണ്ടിരിക്കും. എപ്പോഴാണോ ഐയുടെ വാല്യൂയും അറേയുടെ ലെങ്ത്തും തുല്യമാവുന്നത്, അറേയുടെ ലെങ്ത്തും ഐയുടെ വാല്യൂയും തുല്യമായി കഴിയുമ്പോൾ ഫോർ ലൂപ്പ് സ്റ്റോപ്പ് ആവും. ഓക്കെ, അത് ഫോർ ലൂപ്പിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഞാൻ അത് ഫോർ ലൂപ്പ് പഠിപ്പിച്ചപ്പോൾ ഈ കോൺസെപ്റ്റ് കവർ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ വട്ടവും അറേയുടെ ലെങ്ത്ത് അനുസരിച്ച് റൺ ആവുകയും ഓരോ വാല്യൂ എടുക്കുകയും ചെയ്യും. അപ്പം ഞാൻ അടുത്തൊരു ഫോർ ലൂപ്പ് എടുത്താണ്. ഫോർ ലൂപ്പിൻ്റെ അകത്ത് ലെറ്റിൻ്റെ വാല്യൂ ഐ എന്നും ഏതിൻ്റെ വാല്യൂസിൻ്റെ ഇവിടെ വാല്യൂസ് നമ്മൾ അറേ ആയിട്ട് പാസ് ചെയ്യുന്നത് വാല്യൂസ് എന്ന പേരിൽ എടുത്തേക്കണത് പാസ് ചെയ്യുന്ന അറേന. അപ്പോൾ വാല്യൂസിൻ്റെ ലെങ്ത് അനുസരിച്ച് നമ്മൾ പാസ് ചെയ്ത വാല്യൂൻ്റെ ഈ അറേയുടെ ലെങ്ത് അനുസരിച്ച് ഈ ഫോർ ലൂപ്പ് വർക്ക് ആവണം. അപ്പോൾ ആദ്യത്തെ വാല്യൂ എടുക്കുന്ന ടൈമിൽ നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ സിനാരിയിൽ നിങ്ങൾ ആദ്യത്തെ വാല്യൂ മാത്രം എടുത്ത് കണക്കാക്കി. ആദ്യത്തെ വാല്യൂ എടുക്കുമ്പോൾ നമ്മൾ ഒരു നോട്ട് മീൻസ് ഫാൾസ് ആണെങ്കിൽ, റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഫാൾസ് ആണെങ്കിൽ മാത്രമേ ഈ കണ്ടീഷൻ വർക്കാവും, അല്ലെങ്കിൽ എൽസിലെ വർക്കാവും. നോട്ട് ഇട്ടാൽ ഫാൾസ് ആവണം, കണ്ടീഷൻ നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ ഫാൾസ് ആവണം. ഓക്കെ, ഇപ്പം ഞാൻ നമ്മൾ മേളിൽ ഡിഫൈൻ ചെയ്ത അറയില്ലേ, ആ അറേ ഡോട്ട് ഇൻക്ലൂഡ്സ് ഈ അറേൻ്റെ അകത്ത് നമ്മളെ വാല്യൂ
ഡോട്ട് ഐ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഇപ്പം എങ്ങനെയാണ് നമ്മൾ ഒന്നാമത്തെ റൗണ്ട് കറങ്ങിയിട്ടുള്ളത്. ആദ്യം കറങ്ങുമ്പോൾ വാല്യൂ ഡോട്ട് ഐയുടെ പൊസിഷൻ 0 ആണ്. അപ്പോൾ നമ്മൾ ഹൗ ആണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പം ഈ നമ്മൾ മുകളിൽ ഡിഫൈൻ ചെയ്ത അറയില്ലേ, നമ്മൾ ഈ ഡിഫൈൻ ചെയ്തേക്കുന്ന അറയിൻ്റെ അകത്ത് ഇൻക്ലൂഡ്സ് വാല്യൂ ഡോട്ട് ഐയിലുള്ള ആ ഒരു വാല്യൂ ഇല്ലേ ഈ ഹൗ എന്ന് പറയണത്, ഈ ഹൗ നമ്മൾ അറയിൽ ഇത് ഇൻക്ലൂഡ് ആയിട്ടുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യണത്. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ആ കണ്ടീഷൻ ട്രൂ ആവുകയാണെങ്കിൽ ഇത് എടുക്കൂല, ഫാൾസ് ആവുകയാണെങ്കിൽ ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പം നമ്മുടെ തൽക്കാലത്തേക്ക് ഈ അറേ ഡോട്ട് ഇൻക്ലൂഡ്സിനൊന്ന് കൺസോൾ ചെയ്യാണ്. അറേ ഡോട്ട് ഇൻക്ലൂഡ്സിനൊന്ന് കൺസോൾ ചെയ്ത് അറേ ഡോട്ട് ഇൻക്ലൂഡ്സിനൊന്ന് കൺസോൾ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അറേ ഡോട്ട് ഇൻക്ലൂഡ്സ് ഇതൊരു വേരിയബിളിൻ്റെ അകത്ത് തൽക്കാലത്തേക്ക് വെക്കുകയാണ്. ഒരു വേരിയബിളിൻ്റെ അകത്ത് ലെറ്റ് റിസൾട്ട് ലോഗ് റിസൾട്ട് ഞാൻ കൊടുത്ത് ലോഗ് റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ലൂപ്പിൻ്റെ അകത്ത് ഇത് റൺ ആവില്ലെന്ന് തോന്നുന്നു. ഞാൻ ഈ രീതി ചെക്ക് ചെയ്തിട്ടില്ല. നമുക്ക് പുറത്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇപ്പോൾ പുറത്തോട്ടൊന്ന് ഇറങ്ങിയാണ് തൽക്കാലത്തേക്ക്. തൽക്കാലത്തേക്ക് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഞാൻ നമ്മളെ നോർമൽ അറേനെ എടുക്കുകയാണ്. ഞാൻ ലോഗ് ചെയ്യാൻ പോവുകയാണ്. അറേ ഡോട്ട് ഇൻക്ലൂഡ്സിൻ്റെ അകത്ത് ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു വാല്യൂവിനെ ഞാൻ കൊടുക്കുകയാണ്. ഞാൻ ഹൗ എന്ന് കൊടുത്ത് ആ ഹൗ എന്ന് ഞാൻ ഇപ്പോൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഹൗ എന്നാണ് വാല്യൂ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആയിട്ടുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്യാൻ പോണത്. ഞാൻ ഇപ്പോൾ ചെക്ക് ചെയ്ത് ട്രൂ എന്ന് കാണിച്ച്, 5ാമത്തെ ലൈനിൽ ട്രൂ എന്ന് കാണിച്ച്. അപ്പോൾ ട്രൂ എന്ന് കാണിച്ചാൽ അർത്ഥം എന്താണ്? ഹൗ എന്നാണ് വാല്യൂ ഇത് ട്രൂ ആണ്, പക്ഷെ ഹൗ എന്നാണ് ട്രൂ ആയി. ഓക്കെ, ഞാൻ ഇപ്പോൾ 2 W ഞാനിപ്പോൾ കൊടുത്താൽ ഫാൾസ് കാണിക്കും. കാരണം ഹൗ എന്ന് പറഞ്ഞാൽ 2 W ഉള്ളൊരു വാല്യൂ അതിനകത്തില്ല. ഓക്കെ, ലോഡ് ആവട്ടെ. ഫാൾസ് വന്ന് കാരണം നമ്മളിപ്പോൾ ഇപ്പോൾ ഹൗവിൻ്റെ കൂടെ 2 W കൊടുത്ത് ഞാൻ ഇനി ഇവിടെ പറയുകയാണ്. ഇപ്പം എൻ്റെ പേരടിക്കുകയാണ്. അമീൻ എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മൾ ഈ അറേൻ്റെ അകത്തുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്ത് ഫാൾസ് ആണ്. അമീൻ എന്ന് പറഞ്ഞൊരു വാല്യൂ ഇല്ല. ഞാൻ ഇപ്പം ഹെലോ എന്ന് പറഞ്ഞൊരു വാല്യൂ ഇതിൻ്റെ അകത്തുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ഓക്കെ, അപ്പോൾ ട്രൂ എന്ന് കാണിച്ച്. അപ്പം ഹെലോ എന്ന് പറഞ്ഞൊരു വാല്യൂ അതിനകത്തുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ അറേ ഡോട്ട് ഇൻക്ലൂഡ്സിൽ നമ്മൾ കറക്റ്റ് ആവണം. മറ്റേതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മളായിട്ട് നമ്മൾ ഹെലോ എന്നും ഇതും കാര്യം എഴുതി. ഇവിടെ ഡൈനാമിക്കലി നമ്മൾ പറയുന്ന അറേൻ്റെ അകത്ത് നിന്ന് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ആദ്യത്തെ ഒരു വാല്യൂ എടുക്കും, ചെക്ക് ചെയ്ത് നോക്കും. ഈ വാല്യൂ ഉണ്ടോ. ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫാൾസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ നേരെ അറേൻ്റെ ഇഫ് കണ്ടീഷൻ്റെ അകത്ത് കയറി വർക്കായി ആ ഫാൾസ് ആയിട്ടുള്ള ആ ഒരു വാല്യൂ, ഫാൾസ് ആയപ്പോൾ ഉള്ള വാല്യൂ നമ്മൾ അറേയിലോട്ട് പുഷ് ചെയ്യും. ട്രൂ ആവുന്നത് നമ്മൾ വീണ്ടും പുഷ് ചെയ്യില്ല. അപ്പോൾ മൾട്ടിപ്പിൾ ആയി പോകൂലേ? അത് ചെയ്യുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തു. അപ്പോൾ അറേൻ്റെ അകത്തും ആദ്യത്തെ ഓരോ വാല്യൂ നമ്മളിങ്ങനെ നമ്മളുണ്ടാക്കി എംപ്റ്റി അറേൻ്റെ അകത്ത് ഓരോ വാല്യൂ ഇൻക്ലൂഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പം ഫാൾസ് ആവുമ്പം ആ വാല്യൂനെ നമ്മൾ അറേയിലോട്ട് പുഷ് ചെയ്യും. അറേ ഡോട്ട് ഞാൻ പുഷ് കൊടുത്തിട്ട് ആ വാല്യൂ ഡോട്ട് ഐനെ വിളിച്ചു കൊടുക്കും. അപ്പോൾ ഉള്ള വാല്യൂവിനെ ഇപ്പം നമ്മൾ ഫംഗ്ഷൻ യുണീക്ക് വാല്യൂസ് അറേ നമ്മളിവിടെ പാസ് ചെയ്യുന്ന യുണീക്ക് വാല്യൂസ് പറഞ്ഞാൽ ഈ അറേനെയാണ്. ഈ അറേനെ അങ്ങനെ ഫോർ ലൂപ്പ് വന്ന് ഈ അറേ ആദ്യം വർക്ക് ആകുമ്പം അറേൻ്റെ ഐയുടെ ഇൻഡെക്സ് നമ്പർ 0 ആണ്. അപ്പോൾ ഇങ്ങനെ ഇഫ് കണ്ടീഷൻ്റെ അകത്ത് നോട്ട് ഫാൾസ് ആവണം.
ഇപ്പോൾ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഫാൾസ് ആവണം. അപ്പോൾ നോട്ട് അറേ ഡോട്ട് ഇൻക്ലൂഡ്സ് വാല്യൂ ഡോട്ട് ഐ. വാല്യൂ ഡോട്ട് ഐൻ്റെ അകത്ത് ഇപ്പോൾ ഉള്ള ഒരു വാല്യൂ ഇല്ലേ, ആ വാല്യൂ നമ്മൾ ഈ നേരത്തെ ഉണ്ടാക്കി വെച്ച എം ടി അറേൻ്റെ അകത്തുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അത് ഫാൾസ് ആവുകയാണെങ്കിൽ അത് നേരെ പുഷ് ചെയ്യും. അപ്പോൾ ഹൗ ആണ് ആദ്യം ചെക്ക് ചെയ്തത്. അപ്പോൾ വീണ്ടും രണ്ടാമത് റൺ ചെയ്ത് വന്നപ്പോൾ ഐയുടെ പൊസിഷൻ 1 ആയി, ഐയുടെ വാല്യൂ 1 ആയി, ഇൻഡെക്സ് നമ്പർ 1 ആയി. അങ്ങനെ വരുമ്പോൾ ചെക്ക് ചെയ്യണം. രണ്ടാമത്തെ വാല്യൂ ഹെലോ ആണെങ്കിൽ നമ്മൾ ഹൗ ആയിട്ട് കണക്കാക്കണം. അപ്പോൾ ചെക്ക് ചെയ്യണം അറേ ഡോട്ട് ഇൻക്ലൂഡ്സിൻ്റെ അകത്ത് ഈ വാല്യൂ ഡോട്ട് ഇത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഫ് കണ്ടീഷൻ വർക്ക് ആവില്ല. കാരണം എന്താണ്, നേരത്തെ ഒരു വട്ടം ഹൗവിനെ നമ്മൾ ഈ യുണീക്ക് വാല്യൂസിൻ്റെ അകത്തുള്ള അറേൻ്റെ അകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വീണ്ടും നമ്മൾ അതിനെ സെറ്റ് ചെയ്താൽ നമുക്ക് യുണീക്ക് വാല്യൂയിലേക്ക് കിട്ടുന്നത് റിപ്പീറ്റ് വാല്യൂ ഇതേപോലെ എല്ലാം ചേരൂലേ. അപ്പം നമ്മൾ ഒരു വട്ടം ഈ അറേൻ്റെ അകത്ത് വെച്ച വാല്യൂവിനെ പിന്നെ വെക്കരുത്. അതിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഇഫ് കണ്ടീഷൻ ഇങ്ങനെ ചെക്ക് ചെയ്യേണ്ടത്. അറേ ഡോട്ട് ഇൻക്ലൂഡ് ഈ വാല്യൂ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും, അതിൻ്റെ അകത്തുള്ള ഇൻഡെക്സ് നമ്പറിലുള്ള വാല്യൂ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. വാല്യൂ ഇല്ലെങ്കിൽ നമ്മൾ അതിന് അറേൻ്റെ അകത്ത് പുഷ് ചെയ്യും. ആ വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ അതിനെ പുഷ് ചെയ്യൂല. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയേക്കുന്ന ഫംഗ്ഷൻ ഈ ഫംഗ്ഷനാണ് നമ്മളിപ്പോൾ ഇവിടെ എഴുതിയേക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതെല്ലാം വർക്കായി കഴിഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യണം. അതിനകത്ത് റിട്ടേൺ ചെയ്യുന്നതൊക്കെ നോർമൽ ഈ അറേനെ നമ്മളങ്ങ് റിട്ടേൺ ചെയ്യും. ഈ അറേയെ നമ്മളങ്ങ് റിട്ടേൺ ചെയ്യും. ലോഗ് കൺസോൾ ഡോട്ട് ലോഗിൻ്റെ അകത്ത് യുണീക്ക് എന്ന് വിളിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ മുകളിൽ എഴുതിയ അറയില്ലേ, നമ്മൾ ഈ ടോപ്പിൽ എഴുതിച്ചേക്കണം, ഈ അറയിനെ അങ്ങ് പാസ് ചെയ്യും. അപ്പം റിട്ടേൺ ചെയ്യുന്ന വാല്യൂ നമുക്കിവിടെ കൺസോളിൽ കിട്ടും. ഓക്കെ, ലോഡ് ഔട്ട്. ഹെലോ ഹൗ ഹെലോ വാട്ട് ബൈ ഹേ. അപ്പം നമ്മൾ നേരത്തെ സിംഗിൾ ലൈനിൽ എഴുതിയ മറ്റൊരു ഫംഗ്ഷൻ ന്യൂ സെറ്റ് ഉപയോഗിച്ചുള്ള അത് നമുക്കിവിടെ തൽക്കാലത്തേക്ക് എടുത്ത് വയ്ക്കാം. ഞാൻ ടോപ്പിലൊന്ന് ഇട്ട് വെച്ചേക്കാണ് നിങ്ങൾക്ക് ഡൗട്ട് തീർക്കാനായിട്ട്. സ്റ്റെപ്പ് 2 എന്ന് കൊടുത്ത് നേരത്തെ സ്റ്റെപ്പ് 1 ചെയ്ത് സ്റ്റെപ്പ് 1 ഇനി വീണ്ടും എഴുതുന്നില്ല. സ്റ്റെപ്പ് 3 ചെയ്ത്. അപ്പോൾ സ്റ്റെപ്പ് 2ൻ്റെ അകത്ത് നമ്മൾ ന്യൂ സെറ്റ് വാല്യൂസ് എന്ന് ഈ എഴുതിയ കാര്യം നമുക്കിപ്പം ഇത്രയും ഒരു കോഡ് എഴുതേണ്ടി വന്നത്. അത് നമ്മളെ സ്കില്ലിനോട് തെളിയിക്കുകയാണ്, അല്ലാതെ വേറെ നമ്മൾ മോശമാവുകയല്ല. റിയൽ ലൈഫിൽ റിയൽ വേൾഡ് ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ ഇതുപോലെ എഴുതേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമ്മളെ കോഡ് അത്രത്തോളം കൂടെയും സ്റ്റോറേജും പല ഇഷ്യൂ അവിടെ വരും. ആ സമയത്ത് നമ്മൾ ഇത് ഉപയോഗിക്കണം. പക്ഷേ ചില ഇൻ്റർവ്യൂവിൽ അവർ പറയുക നമ്മളെ സ്കില്ല് നോക്കാനായിട്ട് അവർ ഇത് എവിടെ എഴുതും, ഫൈൻഡ് യൂണീക്ക് വാല്യൂ ഇത് അറേന്ന് എഴുതിയിട്ട് നോട്ട് യൂസ് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഒക്കെ എഴുതി വെക്കും. കാരണം നമ്മൾ ഈ എളുപ്പ വഴി ചെയ്താൽ അതെല്ലാവർക്കും ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ പോലും ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊക്കെ ലോജിക് ഉപയോഗിക്കാനുള്ളതാണ്. അവർ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാനും ഒരു എം ടി അറേ സെറ്റ് ചെയ്യാനും ഓരോ വാല്യൂ എടുത്ത് അത് ഈ എം ടി അറേൻ്റെ അകത്ത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ഉള്ള വാല്യൂവിനെ വീണ്ടും വെക്കാതെ ഇല്ലാത്ത വാല്യൂവിനെ വെച്ച് അത് നമ്മളെ ലോജിക്കാണ് ഉപയോഗിക്കുന്നത്. അവിടെ തന്നെ അടുത്ത നമ്മൾ 4th സ്റ്റെപ്പിൻ്റെ അകത്ത് നമ്മൾ ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞ് ഈ കൊടുത്ത് ഇതൊരു പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ അല്ലേ, ഈ ഫംഗ്ഷൻ പോലും നമ്മൾ ഇനി ഉപയോഗിക്കില്ല, അത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കും. ഓക്കെ, അടുത്ത് നമ്മൾ ചെയ്യാൻ പോണില്ല. അപ്പോൾ എങ്ങനെയാ ഒന്നുകൂടെ പറയാം, നമ്മളൊരു യുണീക്ക് എന്ന് പേരിട്ടുള്ള അറേൻ്റെ അകത്ത് നമ്മൾ വാല്യൂ പാസ് ചെയ്ത് ഇവിടെ രണ്ടിടത്തും വന്ന ഔട്ട്പുട്ട് ഒരേ ഔട്ട്പുട്ടാണ്. അപ്പോൾ നമ്മൾ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ആദ്യം അറേനെ പാസ് ചെയ്ത് അറേൻ്റെ അകത്ത് ആദ്യത്തെ ഒരു വാല്യൂ എടുത്ത് ആ വാല്യൂ നമ്മൾ അറേൻ്റെ അകത്ത് ഈ എം ടി അറേൻ്റെ അകത്ത് ഉണ്ടോ എന്ന് നോക്കി, നമ്മളൊരു ഡീഫാൾട്ട് ഉണ്ടാക്കി അറേൻ്റെ അകത്ത് ഉണ്ടോ എന്ന് നോക്കി, അറേൻ്റെ അകത്ത് ഇല്ലെങ്കിൽ ആ വാല്യൂ അറേയിൽ പുഷ് ചെയ്യും, ഉണ്ടെങ്കിൽ പുഷ് ചെയ്യാതെ വീണ്ടും അടുത്തടുത്ത വാല്യൂവിനെ എടുത്തിട്ട് ചെക്ക് ചെയ്ത് അങ്ങനെ നമ്മൾ യുണീക്ക് ആയിട്ടുള്ള നമ്പറിനെ എല്ലാം നമ്മൾ ഫിൽട്ടർ ചെയ്തെടുത്ത്. അപ്പോൾ ഇതാണ് നമ്മളെ 3ാമത്തെ സ്റ്റെപ്പ്. ഇനി 4th സ്റ്റെപ്പാണ് ഇത്തിരി ഹാർഡ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ഓക്കെ, സ്റ്റെപ്പ് 4 കൊടുത്ത് സ്റ്റെപ്പ് 4ൻ്റെ അകത്ത് ആദ്യം നമ്മൾ ഇൻക്ലൂഡ്സ് ഫംഗ്ഷൻ നമ്മൾ പ്രീ ഡിഫൈൻഡ് ആയിട്ട് ഉണ്ടാക്കും. ഈ ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കണ നമ്മൾ ഈ എളുപ്പത്തിന് ഉപയോഗിച്ചില്ലേ, ഇത് നമ്മളെ ഉണ്ടാക്കും, നമ്മളേതായ ലോജിക്കിൽ നമ്മൾ ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ അറേൻ്റെ അകത്ത് ഒരു അറേയും അതിനെ ചെക്ക് ചെയ്യാനുള്ള വാല്യൂവിനെ നമ്മൾ പാസ് ചെയ്യും. അപ്പം ആ വാല്യൂ ആ അറേൻ്റെ അകത്ത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ട്രൂ ഓർ ഫാൾസ് കണ്ടീഷൻ നമുക്ക് റിട്ടേൺ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫംഗ്ഷൻ ഇൻക്ലൂഡ് എന്ന് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് അറേ ചെക്ക് ചെയ്യേണ്ട നമ്പർ, ഇപ്പം ചെക്ക് ചെയ്യേണ്ട വാല്യൂ, ഇപ്പോൾ ഹൗ എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്യേണ്ട വാല്യൂയും ഈ അറേനെ നമ്മളിവിടെ പാസ് ചെയ്യും. ആ ഹൗ എന്ന് പറഞ്ഞ വാല്യൂ അറേൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, ട്രൂ എന്ന് പറയും, ഇല്ലെങ്കിൽ ഫാൾസ്. എന്നിട്ട് നമ്മൾ പാസ് ചെയ്യാനുള്ള ഇപ്പോൾ സ്റ്റാറ്റസ് എന്നൊരു ഉണ്ടാക്കിയാണ്. സ്റ്റാറ്റസിൻ്റെ അത് ഡിഫാൾട്ടായിട്ട് ഫാൾസ് ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഡിഫാൾട്ടായിട്ട് ഫാൾസ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ചെയ്യേണ്ട സ്റ്റാറ്റസ് ട്രൂ ഓർ ഫാൾസ് സ്റ്റാറ്റസ് ഇല്ലേ, അത് ആദ്യം ഡിഫാൾട്ട് ഫാൾസ് എന്നാണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് വീണ്ടും ഇവിടെ ഫോർ ലൂപ്പ് തന്നെ ഉപയോഗിക്കണം, വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഫോർ ലൂപ്പ്
ഐ കൊടുത്ത് അറേയ്ക്ക് പകരം ARR എന്നാക്കി. നിങ്ങൾക്ക് പറയാമല്ലോ ഈ ഫോർ ലൂപ്പിനെ ഇനി വിശദീകരിക്കില്ല. ഒരു അറേൻ്റെ അകത്തുള്ള ഓരോ വാല്യൂവിനെ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ മാപ്പൊക്കെ ഉപയോഗിച്ചില്ല, മാപ്പ് ഫോർ ഈച്ചും അതിൻ്റെ അതേ ധർമ്മം തന്നെ. പക്ഷെ നമ്മൾ ഫ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഒന്നും ഉപയോഗിച്ചിടല്ലോ, അതുകൊണ്ട് നമ്മൾ ഫോർ ലൂപ്പ് ഉപയോഗിക്കണം. എന്നിട്ട് ഇവിടെ ചെക്ക് ചെയ്യാണ്. ഇവിടെ ചെക്ക് ചെയ്യാനായിട്ടൊരു വാല്യൂം പാസ് ചെയ്തിട്ടില്ലേ? ഇവിടെ ഒന്നുമില്ല, ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ലോജിക്ക് ഉപയോഗിച്ചാൽ മതി. ഇഫ് കണ്ടീഷൻ ഓപ്പൺ ചെയ്തേ അറേൻ്റെ അകത്തുള്ള ഇപ്പം അറേ ഒരു വട്ടേ വർക്ക് ആയിട്ടുള്ളൂ, അങ്ങനെ ചിന്തിക്കണം. അപ്പോൾ അറേൻ്റെ അകത്തുള്ള ലെങ്ത്ത് 0 ആണ്. അറേ ഇപ്പം ഈ നമ്മൾ പാസ് ചെയ്ത അറേയുടെ ലെങ്ത്ത് വരെ വർക്കാവും. ആദ്യത്തെ റണ്ണിങ് ആണ്, ഇപ്പോൾ ഫസ്റ്റ് റണ്ണിങ് ആണ് ചിന്തിക്കുക. ഇൻഡെക്സ് നമ്പർ 0 ആണ്. അപ്പോൾ ഇൻഡെക്സ് നമ്പർ അറേ ഡോട്ട് ഐയുടെ നമ്പറിലുള്ള വാല്യൂ എടുത്തിട്ട് = യൂസർ ചെക്ക് ചെയ്യാനായിട്ടൊരു നമ്പർ പാസ് ചെയ്തല്ലേ, വാല്യൂ പാസ് ചെയ്തല്ലേ, ആ ചെക്ക്. അപ്പോൾ അറേൻ്റെ അകത്തുള്ള ഈ വാല്യൂ ഈ ചെക്ക് ചെയ്യാൻ തന്നതിൻ്റെ അകത്ത് ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഉണ്ടെങ്കിൽ സ്റ്റാറ്റസ് ട്രൂ ആക്കും. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഇപ്പം ഇൻക്ലൂഡിൻ്റെ അകത്ത് യൂസർ ഒരു അറേയും ചെക്ക് ചെയ്യേണ്ട വാല്യൂവും പാസ് ചെയ്യും. അങ്ങനെ പാസ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഫോർ ലൂപ്പിൻ്റെ അകത്ത് ആദ്യത്തെ അറേ എടുത്തിട്ട് ചെക്ക് ചെയ്യും. അറേൻ്റെ അകത്തുള്ള ഈ വാല്യൂ യൂസർ പാസ് ചെയ്യുന്ന വാല്യൂ ഒന്നാണോ നോക്കും. അപ്പോൾ ഒന്നല്ല, രണ്ടാമത്തെ വാല്യൂ എടുക്കും. ആ വാല്യൂവും യൂസർ ചെക്ക് ചെയ്യാൻ തന്നപ്പോൾ ആ രണ്ടാമത്തെ വാല്യൂ ഹെല്ലോയും യൂസർ ചെക്ക് ചെയ്യുന്ന ഹൗഫും. ഓക്കെ, കറക്റ്റ് അല്ല, സ്റ്റാറ്റസ് ഫാൾസ് അല്ല. അടുത്ത ഫോർ ലൂപ്പിൻ്റെ അടുത്ത നമ്പർ ചെറുണ്ടായും. അപ്പോൾ ഇപ്പോൾ ഒന്നാമത്തെ പൊസിഷൻ, ഇനി അടുത്ത രണ്ടാമത്തെ പൊസിഷൻ ചെക്ക് ചെയ്യും. അപ്പം നോക്കുമ്പം അറേയുടെ വാല്യൂ ബൈ എന്നും ചെക്ക് ചെയ്യുന്ന വാല്യൂ ഹൗ എന്നാവും. അപ്പോഴും വീണ്ടും അടുത്ത റൺ ചെയ്യും. അപ്പോൾ അറേയുടെ പൊസിഷൻ 3 ആവും. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ അറേ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഇഫ് കണ്ടീഷൻ വരുമ്പോൾ അറേയുടെ വാല്യൂ ഇങ്ങനെ ഹൗ എന്നാവും, ചെക്ക് ചെയ്യുന്ന വാല്യൂ ഹൗ. അപ്പോൾ എന്ത് സ്റ്റാറ്റസ് ട്രൂ ആവും. അത് കഴിഞ്ഞ് റിട്ടേൺ ചെയ്യും. ഓക്കെ, സ്റ്റാറ്റസ് ട്രൂ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ്. ഇനി താഴെ നമ്മൾ റിട്ടേൺ അടിക്കുകയാണ്. റിട്ടേണിൻ്റെ അകത്ത് സ്റ്റാറ്റസിൻ്റെ പാസ് ചെയ്യണം. എന്ത് സ്റ്റാറ്റസ് ആണോ അപ്പോൾ ആ സ്റ്റാറ്റസിനെ പാസ് ചെയ്യും. ഇനി നമുക്ക് ലോഗിൻ്റെ അകത്ത് ഇൻക്ലൂഡിനെ വിളിച്ചിട്ട് ഇൻക്ലൂഡിൻ്റെ അകത്ത് നമുക്ക് അറേനെ മുകളിലുള്ള അറേനെ ഹൗവിനെ പാസ് ചെയ്യാം. ഹൗ എന്ന് പറയുന്നൊരു വാല്യൂ നമ്മൾ ഈ അറേൻ്റെ അകത്ത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ട്രൂ എന്ന് കാണിച്ച്. ഓക്കെ, ഹൗ എന്ന് പറഞ്ഞ വാല്യൂ ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഓക്കെ, കറക്റ്റ് ആയിട്ട് ഹൗ എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. എൻ്റെ പേരുണ്ടോ എന്ന് നോക്കാം. ഈ പാസ് ചെയ്ത അറേൻ്റെ അകത്ത് അമീൻ എന്ന് പറയുന്ന പേരുണ്ടോ എന്ന് നോക്കാം. ഫാൾസ് ആണ്, അമീൻ എന്ന് പറഞ്ഞ പേരില്ല. നേരത്തെ ഇൻക്ലൂഡ് വറക്കാവുന്ന അതേ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കണം, വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല. നിങ്ങൾക്ക് എല്ലാ ലോജിക്കും അറിയാം. ബേസിക് ലോജിക്കാണ് ഇവിടെ ഉപയോഗിച്ചേക്കണം, ഭയങ്കര ഹാർഡായിട്ടുള്ള ലോജിക്ക് അവിടെ ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, ഹലോ എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. ഇനി ബൈ ഉണ്ടോയെന്ന് നോക്കാം. ഓക്കെ, ബൈയും ഉണ്ട്. ബൈ എന്ന് അടിച്ചു നോക്കാം. ബൈ ഉണ്ടാന്ന്. ബൈ ഇല്ല. ഓക്കെ, അപ്പം നമ്മൾ ഉണ്ടാക്കിയ ഇൻക്ലൂഡ് ഫംഗ്ഷൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫോർ ലൂപ്പ് ഉണ്ടാക്കി ആദ്യത്തെ വാല്യൂ എടുക്കും. ആ വാല്യൂ യൂസർ ചെക്ക് ചെയ്യുന്ന വാല്യൂ ഒരേപോലെയാണെങ്കിൽ സ്റ്റാറ്റസ് ട്രൂ ആവും. ഒരേപോലെ അല്ലെങ്കിൽ അടുത്ത വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അറേയുടെ ലെങ്ത് കംപ്ലീറ്റ് ആവുന്നവരെയും ചെക്ക് ചെയ്തിട്ട് ഒരേപോലെ അല്ലെങ്കിൽ അവസാനം റിട്ടേൺ ചെയ്യുന്നത് ഫാൾസ് ആയിരിക്കും. അത്രേ ഉള്ളൂ. ഓക്കെ, ഫാൾസ് റിട്ടേൺ ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ പ്രത്യേകിച്ച് ഇനി വേറെ നമ്മളൊന്നും ചെയ്യേണ്ടത് ആ മുകളിലുണ്ടാക്കി അതേ ഫംഗ്ഷൻ ഒന്ന് കോപ്പി ചെയ്യാണ്. അതിനൊന്ന് കോപ്പി ചെയ്തിട്ട് നേരെ താഴെ കൊണ്ടുവരിക. താഴെ കൊണ്ടുവന്ന് യുണീക്ക് ഞാൻ വാല്യൂ എന്നാക്കി. യുണീക്ക് VAL എന്നാക്കി. വാല്യൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. യുണീക്ക് വാല്യൂ എന്നാക്കിയിട്ട് എന്ത് ചെയ്ത് ഇവിടെ നമ്മൾ അറേ ഡോട്ട് ഇൻക്ലൂഡ്സ് ഒന്നും എടുത്തില്ലേ, അതിന് പകരം നമ്മൾ നേരത്തെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഫംഗ്ഷനെ വിളിക്കുകയാണ്. ഈ ഇൻക്ലൂഡിൻ്റെ അകത്ത് നമ്മൾ ഈ മുകളിലുള്ള അറേയാണ്, അറേന്ന് തന്നെ വിളിക്കണം. ARR എന്ന് വിളിച്ചാൽ മുകളിലത്തെ അറേ എടുക്കും. ARR അടുത്ത പാസ് ചെയ്യണം എങ്ങനെ, വാല്യൂസ് ഓഫ് ഐ. അപ്പോൾ വാല്യൂ ഇവിടെ നമ്മൾ ഓരോ വട്ടവും ഐൻ്റെ അകത്ത് വരുന്ന വാല്യൂയും ഈ അറേയും പാസ് ചെയ്യും. അത് ചെക്ക് ചെയ്തിട്ട് ഇവിടെ റിട്ടേൺ ചെയ്യുന്നില്ല. റിട്ടേൺ ട്രൂ ഓർ ഫാൾസ് അല്ലേ റിട്ടേൺ ചെയ്യുന്നത്. അത് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, ഇഫ് കണ്ടീഷൻ വർക്ക് ആവില്ല. അത് ഫാൾസ് ആണെങ്കിൽ ആ വാല്യൂ നേരെ അറേൻ്റെ അകത്ത് പുഷ് ചെയ്യും. ഇവിടെ ഒരേ കണ്ടീഷൻ തന്നെ, ഒരേ കാര്യം തന്നെ നടക്കണം. ഓക്കെ, ഉണ്ടോ ഹവ്, ഹലോ, വാട്ട്, ബൈ, ഹേ. അപ്പം 3 രീതിയും ഒരേ ഔട്ട്പുട്ട് തന്നെ തന്നത്, പക്ഷേ 3 രീതിയും പല രീതിയിലുള്ള കോഡ്. അപ്പം നമ്മളിപ്പം
ഇപ്പം നിങ്ങളിപ്പോൾ ഇൻക്ലൂഡ്സ് ഉണ്ടാക്കാറുണ്ടാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ കോഡ് എഴുതിയേന, ഈ രീതിയിൽ എഴുതിയേന. അതേസമയം ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കാറിയുന്ന വ്യക്തി ഈ രീതിയിൽ എല്ലാം ബേസിക് നമ്മൾ പഠിച്ചത്, നമ്മളിവിടെ എക്സ്ട്രാ ഒന്നും ഉപയോഗിച്ചില്ല, ഒരു ഫംഗ്ഷൻ പോലും എക്സ്ട്രാ ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ ഫംഗ്ഷൻ, ഫോർ ലൂപ്പ്, ഇഫ് കണ്ടീഷൻ, ലെറ്റ്, ഇവിടെ ഫംഗ്ഷനും ലെറ്റ്, വേരിയബിൾ, ലെറ്റ് കോൺസ്റ്റ് വേരിയബിൾ, ഫോർ ലൂപ്പ്, ഇഫ് കണ്ടീഷൻ, ഇത്രയും കൊണ്ട് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുത്ത്. നമുക്കപ്പോൾ ന്യൂ സെറ്റിൻ്റെ ഒരു ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഒരു പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഏൺസ്റ്റാക്ക്, നോഡ് ജെ സൈഡൊക്കെ പ്രൊജക്റ്റൊക്കെ ചെയ്യുന്ന ടൈമിൽ അപ്പോൾ യൂസർ കൊടുക്കുന്ന വാല്യൂ അല്ലെങ്കിൽ സെർവ് നടക്കുന്ന വാല്യൂൻ്റെ അകത്തുള്ള ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ഒക്കെ റിമൂവ് ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? ഈ ന്യൂ സെറ്റ് ഉപയോഗിക്കാം. പക്ഷേ ഇൻ്റർവ്യൂ ക്വസ്റ്റൻസിൻ്റെ അകത്ത് അവർ ഇതുപോലത്തെ ഫംഗ്ഷൻസ് ഉപയോഗിക്കാൻ ഒരിക്കലും അവർ സമ്മതിക്കില്ല. അവരെല്ലാവരും പല ഇൻ്റർവ്യൂവിലും അവർ പറഞ്ഞത് ഇതാണ്, ഫംഗ്ഷൻസ് ഉപയോഗിക്കണം, എങ്ങനെ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഉപയോഗിക്കരുത്, നിങ്ങൾ ലോജിക്കലി എഴുതണമെന്നാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 3 രീതി നമ്മൾ ചെയ്ത്, 4 രീതി ചെയ്ത്. ആദ്യത്തെ ഒരു സിമ്പിൾ വേരിയബിളിൻ്റെ അകത്ത് ചോദിച്ചു ഒരു ലൈനിൽ ആ കോഡ് എഴുതി. അവസാനത്തെ രണ്ടാമത്തത് നമ്മൾ 3 ലൈനിൽ കോഡ് എഴുതി. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പിൻ്റെ അകത്ത് നമ്മൾ ഒരു 10-11 ലൈനിൽ കോഡ് എഴുതി. 4ാം സ്റ്റെപ്പിൽ ഇത്തിരി നല്ല കോഡ് എഴുതി. അത് ഫുള്ള് നമ്മളെല്ലാം ലോജിക്കലി നമ്മൾ ചെയ്ത്. അപ്പോൾ നമ്മൾ ഇത് ഇന്നത്തെ ട്യൂട്ടോറിയൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്നത്തെ ചലഞ്ച് നമ്മൾ ഓരോ ദിവസം ഒരു ചലഞ്ച്, ഒരു 10 ചലഞ്ചെങ്കിലും ചെയ്യണമെന്നുണ്ട്. പരമാവധി ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കുക, തുടർച്ചയായിട്ട് ചെയ്യാൻ ഞാൻ നോക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ഇതുപോലെ വേറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്താൽ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് ബേസിക്കലി ഇത്രയേ ഉള്ളൂ. താങ്ക് യു.